ഇൻകം ടാക്സിലെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന അലവൻസസ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഇൻകം ഫ്രം സാലറിയുമായിട്ട് ബന്ധപ്പെട്ടതും അതേപോലെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. Mr. Vasant is the manager of a government project. He gives the following details of his salary income. Basic salary rupees 25,000 per month, bonus rupees 20,000, city compensatory allowance 1,000 per month, substitute allowance 1,000 per month, HRA 7,000 per month, entertainment allowance 4,000 per month, proctor allowance 800 per month, tribal area allowance 450 per month, education allowance rupees 150 per month per child for 2 children, hostel allowance rupees 450 per month per child for 2 children, conveyance allowance rupees 750 per month, actual amount spent rupees 10,000, washing allowance 200 per month, daily allowance 1,000 per month, medical allowance 100 per month, uniform allowance 100 per month, family allowance 600 per month, dearness allowance 15,000 per month. The next തന്നിട്ടുള്ളത് consider the following points to calculate salary income. ഒന്നാമത്തേത് 1/3 of the DA enters into service benefit. Second one, the employee has achieved a turnover of rupees 10,25,250 during the year. Third one, 1% fixed percentage of commission is allowed on turnover achieved. Fourth one, he lives in a rented house paying rupees 3,000 per month. His 2 children are studying. Then next fifth one, he pays professional tax rupees 3,000 per annum. Compute income from salary taxable. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഐറ്റംസും ടാക്സിബിൾ വരുന്ന എല്ലാ ഐറ്റംസിനെയും നമ്മൾ നോട്ട് ചെയ്തുകൊണ്ട് ഗ്രോസ് സാലറി കാണണം. അതിനുശേഷം ടാക്സിബിൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് 3 കോളംസ് ആയിട്ട് കൊടുക്കുന്നു. ഒന്നാമത്തെ പെർട്ടിക്കുലേഴ്സ് കോളം, രണ്ടാമത്തത് എമൗണ്ട് കോളം, മൂന്നാമത്തതും എമൗണ്ട് കോളം. ഹെഡിങ് കൊടുക്കുക കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി ടാക്സിബിൾ. ഓക്കെ, ആദ്യം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് മാത്രം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ബേസിക് സാലറി ആണ്. ബേസിക് സാലറി 25,000 ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. അത് മന്ത്ലി ആണ് തന്നത്. അതിനെ ഇയർലിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 12 കാണുന്നു. അപ്പോൾ നമുക്ക് 3 lakh എന്ന് കിട്ടും ബേസിക് സാലറി. രണ്ടാമത് നമുക്ക് തന്നത് എന്താണ്? ബോണസ് ആണ്. ബോണസ് റുപ്പീസ് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ബോണസ് ഫുള്ളി ടാക്സബിൾ ആണ്, ബേസിക് സാലറിയും ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? CC ആണ്. 2,000 പെർ മന്ത് ആണ് തന്നത്. സിറ്റി കോമ്പൻസേറ്ററി അലവൻസും ഫുള്ളി ടാക്സബിൾ ആണ്. 2,000 × 12 കണ്ടു കഴിഞ്ഞാൽ 24,000 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് അലവൻസ് ആണ്. 1,000 പെർ മന്ത്. ഇതും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. 1,000 × 12 12,000 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് അലവൻസ് അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ അലവൻസ് ഇതൊക്കെ എന്താണ്? ഒരേപോലെ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ദെൻ നെക്സ്റ്റ് HRA 7,000 പെർ മന്ത് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത്. ഇൻറ്റു 12 നമ്മൾ കാണുന്നു. ഇതിൽ നിന്ന് നമ്മൾ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ HRAയുടെ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് നിങ്ങൾ വർക്കിംഗ് നോട്ടായിട്ട് അവസാനം ഈ ഒരു കാൽക്കുലേഷൻസ് ചെയ്യണം. അതായത് ആക്ച്വൽ HRA റിസീവ്ഡ് 84,000. ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താണ്? റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി ആണ്. റെൻറ്റ് പെയ്ഡ് 3,000 ആണ്. ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ 36,000 എന്ന് കിട്ടും. ഇനി 10% ഓഫ് സാലറി കാണണം. സാലറി എന്നതിൽ ഏതൊക്കെ ഉൾപ്പെടും? ബേസിക് സാലറി വരും, DA ഗിവൺ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വരും, അതേപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ വരും. ബേസിക് സാലറി എത്രയാണ്? 3 lakh ആണ്. ഇനി ഡിയർനെസ് അലവൻസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എത്രയാണ്? ഡിയർനെസ് അലവൻസ് എന്നും പറഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് അവസാനം 15,000 പെർ മന്ത് ആണ്. ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1,80,000 എന്ന് കിട്ടും. 15,000 ഇൻറ്റു 12 കണ്ടു കഴിഞ്ഞാൽ ഈ 1,80,000-ൻ്റെ 1/3 പോർഷനാണ് ഡിയർനെസ് അലവൻസിൻ്റെ 1/3 പോർഷനാണ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ക്വസ്റ്റ്യനിൽ അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതായത് 1/3 പോർഷൻ ഓഫ് ദി DA എൻറ്റേഴ്സ് ഇൻറ്റു സർവീസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ 1/3 പോർഷൻ മാത്രമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 60,000 എന്ന് കിട്ടും. അതേപോലെ തന്നെ കമ്മീഷൻ ബേസ്ഡ് ഓൺ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്.
അതായത് കമ്മീഷൻ ക്വസ്റ്റനിൽ തന്നത് 10,25,250 ആണ്. ഇതിൻ്റെ 1% ആണ് കമ്മീഷൻ. ഓക്കെ, അതിനെയും നമ്മൾ ഇവിടെ HRA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ മൂന്നിനെയും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ 3,70,253 എന്ന് കിട്ടും. ഇതിൻ്റെ 10% കാണുന്നു. അപ്പോൾ 37,025. അപ്പോൾ ഇവിടെ 36,000 37,000 കുറച്ച് കഴിഞ്ഞാൽ മൈനസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ നില്ലെന്ന് കൊടുക്കും. ഇനി 40% ഓഫ് സാലറി, അതായത് ഇതിൻ്റെ 40% 3,70,253യുടെ 40% കാണുന്നു. അപ്പോൾ നമുക്ക് 1,48,101 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എക്സംപ്റ്റഡ് എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ള വാല്യൂ ആയിരിക്കും. ഇതിൽ കുറവെന്താണ്? നില്ലാണ്. അപ്പോൾ എക്സംപ്റ്റഡ് നില്ലായിരിക്കും. കുറവുള്ള വാല്യൂ ആണ് എക്സംപ്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ HRAയുടെ എക്സംപ്റ്റഡ് വാല്യൂ എന്താണ്? നില്ലാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ HRA എക്സംഷൻ നില്ല് കൊടുക്കുന്നു. അപ്പോൾ 84,000 തന്നെ ഔട്ടർ കോളത്തിൽ ടാക്സബിൾ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് വരുന്ന എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആണ്. 4,000 പെർ മന്ത് ആണ് ക്വസ്റ്റനിൽ തന്നത്. 4,000 × 12 കണ്ടു കഴിഞ്ഞാൽ 48,000 എന്ന് കിട്ടും. ഇവിടെയും ഗവൺമെൻറ് എംപ്ലോയി ആണ്. ഗവൺമെൻറ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. ഗ്രോസ് സാലറിയിൽ നിന്നും ഇതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് അലവൻസിൻ്റെ എക്സംഷൻ അവസാനം കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് പ്രോക്ടോർ അലവൻസ്. ഇതും ഫുള്ളി ടാക്സിബിൾ അലവൻസ് ആണ്. 800 ആണ് തന്നത്. × 12 കാണുന്നു. അപ്പോൾ 9,600 എന്ന് കിട്ടും. ഇനി ട്രൈബൽ ഏരിയ അലവൻസ് 450 പെർ മന്ത് ആണ്. × 12 5,400 കിട്ടും. ഇനി എക്സംപ്റ്റഡ് 200 × 200 ആണ് വരുന്നത്. × 12 കാണുന്നു. അപ്പോൾ നമുക്ക് 2,400 എന്ന് കിട്ടും. അപ്പോൾ ഔട്ടർ കോളത്തിൽ എത്ര വരും? 3,000 എന്ന് ഔട്ടർ കോളത്തിൽ വരും. ഇനി എഡ്യൂക്കേഷൻ അലവൻസ് 150 ആണ്. × 2 × 12 ആണ്. 3,600 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ എക്സംഷൻ 100 × 2 × 12 ആണ്. 2,400. അപ്പോൾ 1,200 എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ഹോസ്റ്റൽ അലവൻസ് 450 ആണ് തന്നത് പെർ മന്ത്. × 12 × 2 ആണ് കാണേണ്ടത്. അപ്പോൾ 10,800. എക്സംഷൻ 300 × 2 × 12 7,200 എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഔട്ടർ കോളത്തിൽ ടാക്സബിൾ 3,600 എന്ന് കിട്ടും. ഓക്കെ, എഡ്യൂക്കേഷൻ അലവൻസിൽ 100 ആണ് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. 2 കുട്ടികൾക്ക് കിട്ടും. അതേപോലെ ഹോസ്റ്റൽ അലവൻസ് 300 ആണ് എക്സംഷൻ ലിമിറ്റ് വരുന്നത്. ഇനി കൺവെയൻസ് അലവൻസ് എത്രയാണ് ക്വസ്റ്റനിൽ തന്നത്? 750 പെർ മന്ത് ആണ്. × 12. ഓക്കെ, ഇവിടെ 9,000 ആണ് തന്നത്. ഇവിടെ സ്പെൻഡ് ഫോർ ദി പേർപ്പസ് ആണ് എക്സംഷൻ. സ്പെൻഡ് ചെയ്യുന്നത് 10,000 ആണ്. അപ്പോൾ ഇവിടെ ടാക്സബിൾ എന്തായിരിക്കും? നില്ലായിരിക്കും. ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റനിൽ തന്ന വാഷിംഗ് അലവൻസ് ആണ്. വാഷിംഗ് അലവൻസും സ്പെൻഡ് ഫോർ ദി പേർപ്പസ് എക്സംപ്റ്റഡ് ആണ്. ക്വസ്റ്റനിൽ സ്പെൻഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഫുള്ളി സ്പെൻഡ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അസംഷനായിട്ട് എടുക്കും. അപ്പോൾ ടാക്സബിൾ എന്തായിരിക്കും? നില്ലായിരിക്കും. അതേപോലെ ഡെയിലി അലവൻസും എന്താണ്? സ്പെൻഡ് ഫോർ ദി പേർപ്പസ് ആണ് എക്സംഷൻ വരുന്നത്. ഇവിടെ ഡെയിലി അലവൻസ് തന്നത് 1,000 ആണ്. × 12 കണ്ടു കഴിഞ്ഞാൽ 12,000 എന്ന് കിട്ടും. ഇപ്പോൾ എക്സംഷൻ ഫുള്ളി സ്പെൻഡ് എന്നുള്ള നിലയ്ക്ക് അസംഷനായിട്ട് എടുക്കുന്നു 12,000. അപ്പോൾ നില്ലായിരിക്കും ടാക്സബിൾ. ഇനി മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. 1,200 വരും. 1,200 മെഡിക്കൽ അലവൻസ് വരും. യൂണിഫോം അലവൻസ് സ്പെൻഡ് ഫോർ ദി പേർപ്പസ് ആണ്. ഇവിടെ 100 രൂപയാണ് പറഞ്ഞത്. × 12 കാണുന്നു. അപ്പോൾ ഇവിടെ ഫുള്ളി സ്പെൻഡായിട്ട് കാണിക്കുന്നു. എക്സംഷൻ ടാക്സബിൾ എന്തായിരിക്കും? നില്ലായിരിക്കും. ഇനി ഫാമിലി അലവൻസ് എന്നാണ് ഫുള്ളി ടാക്സബിൾ ആണ്. 600 × 12 7,200 കിട്ടും. ഡിയർനെസ് അലവൻസ് 15,000 ആണ് തന്നത്. × 12 കണ്ടു കഴിഞ്ഞാൽ 1,80,000. കമ്മീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 10,253 എന്ന് കിട്ടും. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയുടെ എമൗണ്ട് കിട്ടും. 7,04,053 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യണം. ഇൻകം ഫ്രം സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 ആണ്. അത് കോമൺ എമൗണ്ട് ആണ്. 50,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇനി എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്താണ്? എക്സംഷൻ കിട്ടും ഗവൺമെൻറ് എംപ്ലോയി ആകുമ്പോൾ. അതിൻ്റെ എക്സംഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മളത് വർക്കിംഗ് നോട്ടായിട്ട് കമ്പ്യൂട്ടേഷൻ ഓഫ് EA എക്സംഷൻഡ് കാണുന്നു. ആക്ച്വലി EA റിസീവ്ഡ് എത്രയാണ്? 4,000 ആയിരുന്നു. 4,000 × 12 48,000 കിട്ടും. അതേപോലെ 20% ഓഫ് സാലറിയാണ് നെക്സ്റ്റ് നോക്കേണ്ടത്. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് സാലറി മാത്രമാണ്. അപ്പോൾ ഇവിടെ 3 lakh ആണ് വരുന്നത്. 3 lakhൻ്റെ 20% കണ്ടു കഴിഞ്ഞാൽ 60,000. മാക്സിമം ലിമിറ്റ് 5,000. ഇത് ഏറ്റവും ലീസ്റ്റ് എത്രയാണ്? ഇവിടെ 5,000 ആണ്. അപ്പോൾ നമുക്ക് എക്സംഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,000 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സബിൾ ഇവിടെ ഡിഡക്ഷനായിട്ട് കൊടുക്കേണ്ടത് 5,000 ആണ്. ഇനി പ്രൊഫഷണൽ ടാക്സ് നമ്മുടെ ക്വസ്റ്റനിൽ 3,000 തന്നിട്ടുണ്ട്. അതിനെയും മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിനെ മൂന്നിനെയും ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിൽ എഴുതി കഴിഞ്ഞാൽ 58,000 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറിയിൽ നിന്നും 58,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്
ടാക്സബിൾ ഇൻകം ഫ്രം സാലറി കിട്ടും 6,46,053 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ കുറച്ച് സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്, കാരണം ഇതിൻ്റെ അലവൻസിൻ്റെ ഓരോ ടൈപ്പും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, തിയററ്റിക്കലി പറഞ്ഞതാണ് എങ്ങനെയാണ് അതിൻ്റെ എക്സംഷൻ വരുന്നത് എന്നൊക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്